الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد فحديث نورنا لله الحديث هو ما جاء عن النبي صلى الله عليه وسلم من قول أو فعل أو تقرير أو وصف خلقي أو خلقي. പഠിച്ചോക്കണം. ഹദീസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയണം, അറബിയിലും പഠിക്കണം, പിന്നെ അതിൻ്റെ അർത്ഥവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നമുക്ക് വന്നു കിട്ടിയ നബിയുടെ വാക്കും പ്രവൃത്തിയും മൗലാന നബിയുടെ സ്വഭാവ ഗുണങ്ങളും, ഇതിനെല്ലാം ഹദീസ് എന്ന് പറയും. എന്തിനാ നമ്മൾ ഹദീസ് പഠിക്കുന്നത്? പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ വിശദീകരണമാണ് ഹദീസ്. ഹദീസ് ഇല്ലാതെ ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ പറ്റില്ല. ഖുർആൻ അല്ലാഹു നമുക്ക് തന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിലൂടെ അല്ലാഹു അടിമകളോട് സംസാരിക്കുകയാണ്. ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യണം. ചിലത് നിരോധിക്കുന്നു, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ചില ചരിത്രങ്ങൾ പറയുന്നു, അതിലൊക്കെ നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. അതാണ് ഖുർആൻ. പക്ഷെ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അതിനോടൊപ്പം എന്ത് വേണം? ഹദീസ് വേണം. കാരണം ഖുർആൻ അല്ലാഹു ആർക്ക് ഇറക്കി കൊടുക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് നബിക്കായിരിക്കും ഖുർആനിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാവുക. ആ മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഹദീസ്. നമ്മൾ ഖുർആന് കൊടുക്കുന്ന പ്രാധാന്യം അതുപോലെ പ്രാധാന്യപ്പെട്ടതാണ് ഹദീസ്. ഇത് രണ്ടും ഇസ്ലാമിന്റെ പ്രമാണമാണ്. നമ്മൾ സാധാരണ ഇസ്ലാം എവിടുന്ന് പഠിക്കണമെന്ന് ചോദിച്ചാൽ ആളുകളെ നോക്കിയിട്ട് പഠിച്ചാൽ ഇസ്ലാം കിട്ടൂല. ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് നിങ്ങൾ ഇസ്ലാം പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിൽ ഇസ്ലാം പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല, പഠിക്കാൻ പറ്റൂല ആളുകൾക്ക്. ഇസ്ലാം പഠിക്കേണ്ടത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആണ്. അതുകൊണ്ട് ഹദീസ് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഹദീസുകൾ പഠിക്കണം. ഖുർആനിന്റെ ആയത്തുകൾക്ക് ഒരു ബർക്കത്തുണ്ട്, അതിലൊരു നൂറുണ്ട്, പ്രകാശമുണ്ട്. അതുപോലെയാണ് ഹദീസ്. ഹദീസുകൾക്കൊരു ബർക്കത്തുണ്ട്, അതിലൊരു പ്രകാശമുണ്ട്. അത് നമ്മൾ പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്താൽ അതിൻ്റെതായ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും, ഒരു സംശയമില്ല. നമ്മൾ പരിശുദ്ധ ഖുർആനിനെ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കും. കാരണം എന്തുകൊണ്ടത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ഹദീസിനോടും ഹദീസിന്റെ പഠനത്തോടും നമ്മൾ എന്ത് ചെയ്യണം? ആ ആദരവും ആ സ്നേഹവും ആ താല്പര്യവും കാണിക്കണം. കാരണം അത് ആരുടെ വാക്കുകളാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഹദീസ് പഠിക്കൽ ഇബാദത്താണ്, അതിന് കൂലിയുണ്ട്, അതിൽ വലിയ ഇൽമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരാൾക്ക് ആ ഹദീസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന വഴിയിൽ തുടരാൻ പറ്റിയാൽ, അതിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ, അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അല്ലാഹു അയാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിനർത്ഥം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. എന്താണ് ഈ രണ്ട് കിതാബിന്റെയും പ്രത്യേകത?
അതിൽ രണ്ടിലും വന്നിട്ടുള്ള ഹദീസുകളൊക്കെ സ്വഹീഹായ ഹദീസാണ്. ഒരു ഹദീസ് സ്വഹീഹാണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ആ ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ മനസ്സിലാവും. സനദ് നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും. സനദിലുള്ള റാവികളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ആ സനദിലുള്ള ഓരോ റാവികളും ക്ലിയർ ആണെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ ആ ഹദീസിനെ സ്വഹീഹാണ് എന്ന് പറയും. അങ്ങനെയുള്ള ഹദീസുകളാണ് എവിടെയുള്ളത്? സഹീഹുൽ ബുഖാരി, അതേപോലെ സഹീഹ് മുസ്ലിമിൽ. എന്നാൽ ആ രണ്ടല്ലാത്ത വേറെയും ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഏതൊക്കെയാ? സുനനുൻ നസായി, സുനനു അബൂ ദാവൂദ്, സുനനുൽ തിർമിദി, സുനനു ഇബ്നു മാജ. അതൊന്നും പഠിച്ചിട്ട് ആരും എഴുതിയിട്ടേ ഉള്ളൂ. അൽ കുതുബു അസ്സിത്ത, 6 പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ. ഈ 6 എന്തല്ല? സ്വഹീഹല്ല. അതിൽ 2 മാത്രമേ സ്വഹീഹ് എന്ന് പറയാൻ പറ്റൂ. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. ഞാനീ പറയാൻ പോകുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വന്നിട്ടുള്ള ഹദീസാണ്. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ സുഫിയാൻ അറിയാം? അബൂ സുഫിയാനെ കേട്ട് പരിചയമുണ്ടോ? ആരാ? അബൂ സുഫിയാനെ കേട്ടിട്ടേ ഇല്ല. മക്കയിലെ പ്രധാനപ്പെട്ട നേതാവും കച്ചവടക്കാരനും ഒക്കെ ആയിരുന്നു ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തി മദീനത്തേക്ക് ഹിജറ പോയി, എന്നിട്ട് മക്ക വിജയവുമായി ബന്ധപ്പെട്ട് മക്കത്ത് വന്ന സമയം, അതായത് 13 കൊല്ലത്തിന് ശേഷമാണ് മുസ്ലിമാവുന്നത്. അതുവരെ കാഫിറായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്ത ആളായിരുന്നു ഈ അബൂ സുഫിയാൻ. അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? അബൂ സുഫിയാന്റെ ഒരു മോള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. അപ്പൊ നബിക്കാരായി അബൂ സുഫിയാൻ ഭാര്യന്റെ ഉപ്പാക്ക് എന്താ പറയാ? കാക്ക. അങ്ങനൊരു ബന്ധമുണ്ട്. മക്ക വിജയത്തിന് ശേഷം അദ്ദേഹം മുസ്ലിമായി. പിന്നീട് നല്ല പക്ക മുസ്ലിമായി ഇസ്ലാമിലെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത് ഇസ്ലാമിലുള്ള കൂറും സത്യസന്ധതയും കാണിച്ച സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഈ പറഞ്ഞ മുആവിയ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ അമവികൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അബ്ബാസികൾ, അമവികൾ, അങ്ങനെ കുറെ രാജവംശങ്ങളുണ്ട്. ഇസ്ലാമിക രാജ്യം ഭരിച്ച രാജാക്കന്മാരുടെ പരമ്പരകൾ. അതിലൊന്ന് ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന വംശമാണ്. എന്തായാലും ആ സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞെന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ, ഒരുത്തനെ നന്നാക്കണം, ഓനെ അല്ലാഹുവിന്റെ വഴിക്കാക്കണം, ദീനിന്റെ വഴിയിലാക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, അഥവാ ഒരുത്തനെ അള്ളാഹു സെലക്ട് ചെയ്താൽ നേർവഴിയിലേക്ക്, നല്ല വഴിയിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് ഒരുത്തനെ അള്ളാഹു സെലക്ട് ചെയ്താൽ അള്ളാഹു അവന് ചെയ്തു കൊടുക്കുന്ന കാര്യം അള്ളാഹു അവന്റെ ദീൻ അവന് പഠിപ്പിച്ചു. ദീൻ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടുക, ദീൻ പഠിക്കുന്നവരാവുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ അറിയോ? അള്ളാഹു ആ അടിമയിൽ നന്മ ഉദ്ദേശിക്കുന്നുണ്ട്, അവനെ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ആ വഴിക്ക് നമ്മൾ ഉറച്ചു നിന്നോളണം, മാറിപ്പോവാതെ.
അള്ളാഹു നമ്മളെ നല്ല വഴിക്ക് കൊണ്ടുവന്ന് നിർത്തുക. നമ്മളത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ അത് അഹങ്കാരാണ്, അത് കിബറായി പോകും. പിന്നെ ഒരിക്കലും തിരിച്ച് നന്മയുടെ വഴിയിലേക്ക് വരാൻ പറ്റാത്ത തരത്തിൽ അള്ളാഹു നമുക്ക് തടയിട്ട് കളയും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഹദീസ് പഠിക്കാനും അഖീദ പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഒക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, ബാക്കിയുള്ള ആളുകൾക്കിടയിൽ നിന്നും അള്ളാഹു നന്മയ്ക്ക് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നന്മന്റെ വഴി പിടിച്ച് മുറുകെ പിടിച്ച് നിന്നോളം നഷ്ടപ്പെടുത്തി കളയാൻ. നമ്മൾ സ്വയം തയ്യാറാവാതെ അള്ളാഹു ബാക്കി നമ്മൾ കാത്തു തരില്ല. നമ്മളെ സെലക്ട് ചെയ്തു, ഒരു വഴിയിൽ കൊണ്ടുവന്ന് നിർത്തി. ഇനി ആ വഴിയിൽ നമ്മൾ അറിഞ്ഞ് മനഃപൂർവ്വം ശ്രദ്ധിച്ച് പോകാതിരുന്നാൽ അള്ളാഹു നമ്മളെ തള്ളി മുന്തി വിടൂല. നമ്മൾ പോണം, എന്നാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. കാരണം നമ്മൾ മാറാൻ തയ്യാറാവാതെ അള്ളാഹു നമ്മളെ മാറ്റില്ല. നമ്മൾ സ്വയം തയ്യാറാവണം. അവിടെ ഈ ഹദീസ് ഒന്ന് എഴുതിയെടുത്തു, അത് പഠിക്കണം. ഞാൻ എഴുതിത്തരാം. കാണാതെ പഠിച്ചു വെക്കണം, അതിന്റെ അർത്ഥവും അറിയണം. മുആവിയ ഇബ്നു അബീ സുഫിയാൻ രണ്ടാണ് സഹാബിയാണ്. അപ്പൊ എന്ത് പറയണം? റളിയല്ലാഹു അൻഹുമാ അൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ ഇബ്നിനാ റളിയല്ലാഹു അൻഹുമാ. عن معاوية بن أبي سفيان رضي الله عنهما قال سمعت النبي صلى الله عليه وسلم عن معاوية بن أبي سفيان رضي الله عنهما قال سمعت النبي صلى الله عليه وسلم يقول سمعت النبي صلى الله عليه وسلم يقول ഇതിലിപ്പോ സനദ് ഏതാണ്? ഷോർട്ടായ സനദാണ്. കാരണം ഇവിടെ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. രണ്ടാളുമില്ല, ഒരാള്. അബൂ സുഫിയാന്റെ മകൻ മുആവിയ പറയുന്നു. മുആവിയ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട ആളാണ്. ആ സഹാബി അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ടാവും, ആ ശിഷ്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യനോട്. അങ്ങനെ വന്ന ഒരു സ്ഥലത്തുണ്ട്, പരമ്പരയുണ്ട്. അതൊന്നും ഈ ഇവിടെ പറഞ്ഞിട്ടില്ല. ആരെ പറഞ്ഞിട്ടുള്ളൂ? സുബാഹി തങ്ങളിൽ നിന്ന് കേട്ട ആ സഹാബിയെ മാത്രമേ പറയുന്നുള്ളൂ. ശരിയാണ്. എന്തു പറയാൻ പോകുന്നത്? സ്ഥലത്തായി കഴിഞ്ഞാൽ പിന്നെന്താ? മറ്റേ
به خيرا يفقهه في الدين. فهذا رواه البخاري ومسلم. عن معاوية بن أبي سفيان رضي الله عنهما قال: سمعت النبي صلى الله عليه وسلم يقول: من يرد الله به خيرا يفقهه في الدين. رواه البخاري ومسلم. ഒരു 3-4 പ്രാവശ്യം വായിച്ചാൽ മതി. അപ്പൊ കാണാതെ പഠിച്ചു. പക്ഷെ കാണാതെ പഠിക്കണം. عن معاوية بن أبي سفيان رضي الله عنهما قال: سمعت النبي صلى الله عليه وسلم يقول: من يرد الله به خيرا يفقهه في الدين. رواه البخاري ومسلم. എന്നെ പറഞ്ഞു പഠിക്കണം. ഇനി അതിന്റെ അർത്ഥം എഴുതിക്കോ. ഞാൻ മലയാളത്തിൽ പറയാം. ഇത് എഴുതി പൂർത്തിയാക്കും പെട്ടെന്ന്. എഴുതി വെച്ചിട്ട് നോട്ട്ബുക്ക് പൂട്ടി വെച്ച് പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത് കേട്ടോ. പഠിക്കണം എന്ന നിയ്യത്തോടു കൂടി തന്നെ എഴുതണം. പഠിക്കണം, വെറുതെ ആവരുത്. ഹദീസുകൾ അറിയും തോറും പഠിക്കും തോറും നമ്മുടെ ഇൽമ് വർദ്ധിക്കും. അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. മാറ്റമുണ്ടാവണം. എന്താ അർത്ഥം? മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ പറയുന്നു. عن معاوية بن أبي سفيان رضي الله عنهما قال: معاوية بن أبي سفيان رضي الله عنهما പറയുന്നു. അത് മലയാളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിലോ എഴുതുക. എന്തു പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. സമിഅ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. സമിഅ്തു ഞാൻ കേട്ടു. അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഖൂലു, നബി പറയുന്നു. അപ്പോൾ നബി പറയുന്നതായി ഞാൻ കേട്ടു. മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞങ്ങനെ പറയാം. അങ്ങനെ തന്നെ എഴുതലും. നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ എഴുതലും. കന്നഡയിൽ എങ്ങനെ പറയാം? മുആവിയ ഇബ്നു
അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു. എന്താണ് പറഞ്ഞത്? ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ, ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ, മൻ ആർക്കെങ്കിലും, യുരിദില്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിഹി അവന്, ഖൈറൻ നന്മ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ. മനസ്സിലായോ? മൻ എന്ന് പറഞ്ഞാൽ ആര്, അഥവാ ആർക്കെങ്കിലും. യുരിദില്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിഹി അവന്, ഖൈറൻ നന്മ. അപ്പൊ ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ, യുഫഖിഹു അവന് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും. യുഫഖിഹു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. മനസ്സിലാക്കി കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ്? സംജാന. അവന് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും. എന്ത്? ദീനിൽ അവൻ അള്ളാഹു അറിവ് കൊടുക്കും. അപ്പം മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവന്റെ ദീൻ അവന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. അർത്ഥം മനസ്സിലായോ? ബ്രാക്കറ്റില് ബുഖാരി, മുസ്ലിം. അതെന്തിനാ? ബുഖാരിയിലും മുസ്ലിമും ഈ ഹദീസ് വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എപ്പോ ഹദീസ് പറയുമ്പോഴും അത് ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയണം. ബുഖാരിയിലാണോ ഉള്ളത്, മുസ്ലിമിലാണോ ഉള്ളത്, അതല്ല അബൂദാവൂദിലാണോ, നസായിലാണോ, തിർമിദിയിലാണോ, ഇബ്നു മാജയിലാണോ, അത് പറയണം. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്നൊക്കെ പരിശോധിക്കണമെങ്കിൽ അത് കിട്ടിയാലേ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എഴുതിയൊന്ന് വായിച്ചതാണ്, അർത്ഥം എഴുതിയൊന്ന് വായിച്ചത്. അപ്പൊ ആരും എഴുതി ചെയ്തുപോലെ കാണിച്ചതാ. ഇംഗ്ലീഷിൽ പറഞ്ഞു. Son of Sufyan, Muawiyah said, I heard Sallallahu Alaihi Wasallam was saying, if Allah has expected to give good to someone, Allah would make him understand the deen or give him the knowledge of the deen. Okay. Bukhariയും മുസ്ലിം. Reported by Sahih Bukhari and Sahih Muslim. അപ്പൊ ഹദീസ് നമ്മൾ കണ്ടു, കേട്ടു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സഹീഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇപ്പൊ നമ്മൾ പഠിച്ചു. എന്ത്? ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു എന്താ കൊടുക്കുക? ദീനിന്റെ അറിവ് കൊടുക്കും. അപ്പൊ ഒരാൾക്ക് ഖൈറ് വേണമെങ്കിൽ ജീവിതത്തിൽ അയാൾ എന്തിന്റെ വഴിക്ക് വന്നാൽ മതി? ദീനിന്റെ, ഇൽമിന്റെ വഴിയിൽ വന്നാൽ മതി. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാല് 4 കാര്യങ്ങളാണ്. ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ, മറ്റൊന്ന് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ, പിന്നൊന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ചരിത്രങ്ങൾ, 4മത്തത് മതവിധികൾ, അഹ്കാമുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള നിയമങ്ങൾ. ഇതാണ് ദീൻ. ഇതിനെല്ലാം പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചാൽ ഇതെല്ലാം നമുക്ക് കിട്ടും.
കാരണം ദീൻ എന്താണോ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായി ഒന്നും കൂട്ടാനുമില്ല കുറക്കാനുമില്ല. അതുകൊണ്ട് ആ വഴിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തു, നമ്മളെ കൊണ്ടെത്തിച്ചു, നമ്മൾ ക്ലാസ് തുടങ്ങി. ഇനി നമ്മൾ ദീൻ പഠിക്കുന്ന ആളുകളെ പോലെ ആവണം. ദീൻ പഠിക്കുന്ന ആളും അല്ലെങ്കിൽ ദീൻ പഠിക്കാനായിട്ട് അള്ളാഹു സെലക്ട് ചെയ്ത ആളും അതല്ലാത്തവരും വ്യത്യസ്തരാണ്. രണ്ടാളും ഒരേപോലെ അല്ല. നാട്ടിലെ മദ്യക്കച്ചവടക്കാരനും ജില്ലാ കളക്ടറും ഒരുപോലെ. എന്താ വ്യത്യാസം? രണ്ടും മനുഷ്യന്മാർന്നല്ലേ. വ്യത്യാസം എന്താ? അറിവിലും സ്ഥാനത്തിലും ബഹുമാനത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അള്ളാഹു നമ്മളെ അവന്റെ ദീൻ പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു. നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി, ഹദീസ് പഠിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളെ ലെവല് മാറണം. ലെവല് മാറണം എന്ന് പറഞ്ഞാല് നന്മയ്ക്ക് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത ആളെ പോലെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം, നമ്മുടെ സംസാരത്തിൽ മാറ്റം വരണം, നമ്മള് കർമ്മങ്ങളിൽ മാറ്റം വരണം. സാധാരണക്കാരെ പോലെ ആയിക്കൂടാ. അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തിട്ടും നമ്മൾ സാധാരണ പോലെ ആയാൽ അത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിന് വില കൽപ്പിക്കാത്ത പോലെയാവും. അത് നന്ദികളാണ്, കിബറാണ്, അഹങ്കാരമാണ്. അള്ളാഹ്ക്ക് ദേഷ്യം വരും. നമ്മളൊരാളെ ഇങ്ങോട്ട് പരിഗണിക്കുക, ഒരാളെ നമ്മളിങ്ങോട്ട് നോക്കി ചിരിച്ചു, തിരിച്ച് നമ്മളങ്ങോട്ട് ചിരിക്കുന്നില്ലെങ്കിൽ ആ ചിരിച്ചാക്ക് എന്ത് വരും? ഇവനാരിപ്പോ ഞാൻ അങ്ങോട്ട് ചിരിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വരും. അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് ഒരു ഖൈർ തന്നു, തൗഫീഖ് തന്നു. ഇനി ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതെന്തായി പോകും? നന്ദികളാണ്. അതുകൊണ്ട് നമ്മളെ ജീവിത ശൈലിയിലൊക്കെ മാറ്റം വരണം, സ്വഭാവത്തിന് മാറ്റം വരണം, പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാവണം, നിസ്കരിക്കാൻ വേണ്ടി വരുന്നതിന് മാറ്റം ഉണ്ടാവണം, നമ്മുടെ സംസാരത്തിന് മാറ്റം ഉണ്ടാവണം. ഇതൊക്കെ ഒരു നന്മ അള്ളാഹു ഉദ്ദേശിച്ച ആള് എങ്ങനെയായിരിക്കുമോ അങ്ങനെ നമ്മൾ ഇനിയാവണം. എന്നാലേ നമുക്ക് പഠിക്കുന്ന ഉപകാരപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഇൽമ് പ്രയോജനമില്ലാത്ത ഇൽമായിട്ടൊക്കെ മാറിപ്പോകും. ഉപകാരമില്ലാത്ത ഇൽമ കുറേ ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഇൻഷാ അള്ളാഹ് നല്ല ഉഷാറായി ഹദീസുകൾ കൃത്യമായി പഠിച്ച് ഓരോ ഹദീസുകളും കാണാതെ പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒരാഴ്ച നമുക്ക് സമയമുണ്ട് ഹദീസ് പഠിക്കാൻ. വലിയ വലിയ ഹദീസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കുറച്ചായിട്ടേ എടുക്കുള്ളൂ. പക്ഷെ ക്ലാസ് എല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ആ പറയപ്പെട്ട ഹദീസുകളെല്ലാം ഹിഫ്ള് ചെയ്തവരായി മാറണം. അർത്ഥസഹിതം അത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചില ഉലമാക്കള് നമ്മള് ചെറുപ്പക്കാർ കുട്ടികൾക്ക്, അതായത് ഇൽമ് പഠിച്ച് തുടങ്ങുന്നവർക്ക് ഹദീസ് പഠിക്കാനായി വളരെ എളുപ്പമുള്ള നമ്മളുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും അതേപോലെ തന്നെ ഉപ്പാനോട് ഉമ്മാനോടുള്ള ഹക്കുകൾ, ആൾക്കാരോടുള്ള ഹക്കുകൾ, ഇതൊക്കെ പറയുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അത് ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഹദീസുകൾ ക്രോഡീകരിച്ച് കിതാബാക്കി നമ്മളെ കൈവരെ തന്നിട്ടുണ്ട്. അതിന്റെ PDF ഞാൻ അയച്ചത്. അതൊന്ന് ഫോണിലെന്നാൽ എന്ത് ചെയ്യാം? ഡൗൺലോഡാക്കി കൊടുക്കുക. പറ്റുന്നവരെന്ത് ചെയ്യണം? അത് പ്രിന്റ് എടുക്കണം. കാരണം വെറുതെ ഇരുന്ന് കേൾക്കുന്നതിനേക്കാളും ഉപകാരപ്പെടും നമ്മൾ കിതാബ് നോക്കിയിട്ട് പഠിക്കുമ്പോൾ. ടെക്സ്റ്റ് ബുക്ക് എന്തിനാ? ടീച്ചേഴ്സ് എന്തായാലും നമുക്ക് പഠിപ്പിച്ചു തരുമല്ലോ. ടീച്ചറുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്കും ഉണ്ടാവും. പക്ഷെ നമ്മളെന്തിനാണ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നത്? പുസ്തകം നോക്കിക്കണ്ട് അതിൽ നിന്ന് പഠിക്കുമ്പോൾ അത് വേറെ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന് വേറെ തന്നെ ഒരു ഗൗരവം ഉണ്ടാവും. അതുകൊണ്ട് പ്രിന്റ് എടുക്കണം എല്ലാവരും. അത് നമ്മളെ കൈമേൽ എപ്പോഴും ഉണ്ടാവണം. ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ വാക്കിന്റെയും ഇപ്പൊ നമ്മൾ അർത്ഥം അതേപോലെ അല്ല, എഴുതുമ്പോ ഓരോ വാക്കിന്റെയും അർത്ഥം എഴുതി ആ ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ടോട്ടൽ മൊത്തത്തിലുള്ള അർത്ഥം ഉൾക്കൊള്ളണം.
എന്നാൽ എപ്പോഴും നമുക്ക് ആ ഹദീസ് എവിടുന്ന് കേട്ടാലും ഇല്ലെങ്കിൽ അതേ വാക്ക് പിന്നെ എവിടെ വന്നാലും നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് മൻ, ആരെങ്കിലും, യുരിദില്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിഹി, അവന്, ഖൈറൻ, നന്മ, അങ്ങനെ ഓരോ വാക്കുകളുടെയും അർത്ഥം എഴുതി വെക്കും. അപ്പൊ കിതാബ് നമ്മുടെ കൈമേൽ ഉണ്ടാവണം, നോട്ട്ബുക്കും പേനയും നിർബന്ധമായും കൈമേൽ ഉണ്ടാവണം. എന്നിട്ട് മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു അത് എഴുതി വെക്കണം. എന്നിട്ട് ആ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വിട്ട് പറയും. അതും എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടോ കൂട്ടിയിട്ട് പോയിട്ട് ഉറങ്ങണം. അത് പഠിക്കണം. ആ പഠിച്ച കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കാൻ, അത് ഉപകാരപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? അത് പറഞ്ഞു കൊടുത്താൽ അമൽ ചെയ്യണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർക്ക് എത്രത്തോളം നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമോ നമ്മുടെ ജീവിതത്തിൽ അത്രയും അത് ഓർക്കും. നമ്മൾ ചെയ്യാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അത് ചതിയല്ലേ. നമ്മൾ എത്രത്തോളം നമ്മൾ പറയുമോ അത്രയും നമ്മൾ ആ പഠിച്ച കാര്യം നമ്മുടെ മനസ്സിൽ ഓർക്കും, നമ്മളത് ചെയ്യുന്നവരായി മാറും ചെയ്യും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ആ ഹദീസിന്റെ കിതാബ് പ്രിന്റ് വെച്ച് കിതാബ് വെച്ചിട്ട് തുടങ്ങും. ഏകദേശം 40-50ഓളം ഹദീസുകൾ കഴിയുമ്പോഴേക്കും ആ ഹദീസുകളെല്ലാം ഹിഫ്ള് ചെയ്തവരായി നമ്മൾ മാറും. ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തവരായി മാറും. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവും മാറ്റം വരുമ്പോൾ നമ്മൾ മാറുന്നുണ്ട്, നമുക്ക് വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നല്ല ബോധ്യപ്പെടും. പറഞ്ഞ ഹദീസ് പഠിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക